പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കിടിലൻ ആക്ഷൻ എന്റർടൈനർ ആണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് പടത്തെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെയാണ് കണ്ടു തുടങ്ങിയത്. ബട്ട് പടം കംപ്ലീറ്റ്ലി ഒരു പക്ക സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൂവി തന്നെയായിരുന്നു. ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ആസ് യൂഷ്വൽ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഹീറോ പെട്ടെന്നൊരു ദിവസം ഒരു മാർഷൽ ആർട്സ് ഓഫീസറായിട്ട് ചാർജ് എടുക്കുകയാണ് ഒരു ഏജൻസിയിൽ. പിന്നീട് ആളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഒരു കോർ പ്ലോട്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിലല്ല അവരത് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫിൽ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു സംഭവവും പിന്നീട് ഈ ഒരു മാർഷൽ ആർട്സ് ഓഫീസർ ആയിട്ട് ആളിങ്ങനെ ഒരു ഏജൻസിയിൽ ചാർജ് എടുക്കുകയും പതിയെ പതിയെ സിനിമയുടെ ഒരു സ്റ്റോറിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് നല്ല രീതിയിൽ അവർ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലയിടത്തും ഇത് വെറുതെ കഥ പറഞ്ഞ് ഒരു ഇടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി അല്ല. അതെന്താണ് എവിടെയാണ് വേണ്ടതെന്നുള്ള പക്ക സ്റ്റോറിയിലത്തെ സിറ്റുവേഷൻ പ്ലേസ്മെന്റും അതുപോലെ സ്റ്റോറി ടെല്ലിങ്ങും ക്യാരക്ടർ ഡെവലപ്മെന്റും ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. ഒരു ആക്ഷൻ മൂവി ലവർ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. കാരണം പടത്തിന്റെ ഒരു അവസാനത്തെ ഒരു 3/4 മണിക്കൂറൊക്കെ വരുന്ന ചില ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കില്ല് മൂവി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു പടത്തിലെ ഒരു ചില ആക്ഷൻ സീക്വൻസ് ആണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അത്രയും ടെൻഷൻ അടിച്ച് കണ്ടതെന്ന് എനിക്ക് തോന്നി. കാരണം പല സീനുകളിലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള കൊറിയോഗ്രഫി ആയിരുന്നു. അത് നല്ല പോലെ തന്നെ വന്നിട്ടുമുണ്ട്. ആൻഡ് ഒരുപാട് നല്ല നല്ല സീനുകളുണ്ട്. ആ ക്യാരക്ടേഴ്സിന്റെ ഇടയിലുള്ള ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള ഒരു സെക്ഷൽ ക്രൈംസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, ഇതിനെ കുറിച്ചൊക്കെ നല്ല പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ഒരു മൂവി തന്നെയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. ആൻഡ് ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ടർ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പല സീക്വൻസിലും, പ്രത്യേകിച്ച് ആ ഒരു ആക്ഷൻ സീക്വൻസിലൊക്കെ ആള് എടുത്തിട്ടുള്ള എഫേർട്ട് നമുക്ക് അത്രത്തോളം കാണാൻ പറ്റും. ആൻഡ് ചില സീനുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു ഏജൻസിയിൽ ചേർന്നതിന് ശേഷം പിന്നീട് ആള് ഡീൽ ചെയ്യുന്ന ചില കേസുകളുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ പതിയെ പതിയെ അവരുടെ ജോലിയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ടുനോക്കാം. മേക്കിംഗ് വൈസ് ആൻഡ് ആക്ഷൻ, ആ ഒരു കൊറിയോഗ്രഫി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു മൂവി തന്നെയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. ആൻഡ് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് തോന്നി ഇതിന്റെ ഒരു എൻഡിങ് ഒക്കെ കണ്ടപ്പോൾ. എന്തായാലും പടം നിങ്ങൾ കണ്ടുനോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടുനോക്കുക.